പരീക്ഷണം പറഞ്ഞായിരുന്നല്ലോ, മണ്ണിൽ വായു ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ആ മൺകട്ടകൾ, ഉണങ്ങിയ മൺകട്ടകൾ വെള്ളത്തിലിട്ടപ്പോൾ അതായത് മണ്ണിലേക്ക്, ആ മൺകട്ടകളിലേക്ക് വെള്ളം അരിച്ചിറങ്ങിയപ്പം മണ്ണിലുള്ള വായു പുറത്തേക്ക് തള്ളിയതുകൊണ്ടാണ് കുമിളകൾ വന്നത് നമ്മൾ ആ ഒരു പരീക്ഷണത്തിൽ കണ്ടതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഒന്നാമത്തേതും നാലാമത്തേതുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക്കാണ് മഴ അളക്കുന്നതിനുള്ള ഉപകരണം. ബാരോമീറ്റർ, തെർമോമീറ്റർ, മഴമാപിനി, മഴവെള്ള സംഭരണി. ഏതായിരുന്നു മഴ അളക്കുന്നതിനുള്ള ഉപകരണം? മഴമാപിനി. ഓക്കെ, മഴമാപിനി ആയിരുന്നു അല്ലെ. ഇപ്പൊ ഈ ബാരോമീറ്ററും തെർമോമീറ്ററും ഒക്കെ എന്നതാ? ബാരോമീറ്റർ, തെർമോമീറ്റർ ഇതെല്ലാം നമ്മുടെ ഇനിയുള്ള വരുന്ന ചാപ്റ്റേഴ്സിലൊക്കെ ഇതൊക്കെ പഠിക്കുന്നുണ്ട്. ബാരോമീറ്ററും തെർമോമീറ്ററും അപ്പൊ എന്തില്ല? ഈ ബാരോമീറ്റർ എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദം, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്നതിനുള്ള ഉപകരണമാണ് എന്ത്? ബാരോമീറ്റർ. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് പോകുമ്പോൾ അതുകൂടെ നോട്ട് ചെയ്ത് പോകണേ. ബാരോമീറ്റർ എന്ന് പറയുന്നത് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ബാരോമീറ്റർ. ഈ തെർമോമീറ്റർ ആണെങ്കിൽ നമുക്കറിയാം അന്തരീക്ഷ താപം അളക്കുന്നതിന്. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരാ. അന്തരീക്ഷ മർദ്ദം ബാരോമീറ്ററും അന്തരീക്ഷ താപം അളക്കുന്നത് തെർമോമീറ്ററും. പിന്നെ മഴമാപിനി നമുക്കറിയാം മഴ അളക്കുന്നതിനുള്ള ഉപകരണമാണ്. പിന്നെ മഴവെള്ള സംഭരണി നമ്മുടെ എല്ലാം വീടുകളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ഉള്ളതാണ്. അപ്പൊ ഈ ബാരോമീറ്ററും തെർമോമീറ്ററും മാറിപ്പോകാതെ നോക്കണം കേട്ടോ. ബാരോമീറ്റർ അന്തരീക്ഷ മർദ്ദവും തെർമോമീറ്റർ അന്തരീക്ഷ താപവും അളക്കുന്നതാണ്. അപ്പൊ ഈ സയൻസിന്റെ എന്നല്ല ഏത് സബ്ജക്റ്റ് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ആ കറക്റ്റ് ഇപ്പൊ ഈ ക്വസ്റ്റിന്റെ ഉത്തരം എന്താ? മഴ അളക്കുന്നതിനുള്ള ഉപകരണം ഓപ്ഷൻ സി ആണ്, മഴമാപിനി. അപ്പൊ അത് മാത്രം നോക്കി പോകരുത്, ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കണം. അതായത് ആ ഓപ്ഷൻസിന്റെ ക്വസ്റ്റ്യൻ എന്തായിട്ട് വരാം, അല്ലെങ്കിൽ ആ ഓപ്ഷൻസ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, അതുകൂടെ ചെയ്തു പോകണം. അങ്ങനെ പഠിച്ചു പോകണം കേട്ടോ. അതായത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമ്മുടെ സൈക്കോളജി, സയൻസ്, മലയാളം എന്ന ഏത് സബ്ജക്റ്റ് നമ്മൾ എടുത്താലും ആ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നമ്മൾ നന്നായിട്ട് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വരുമ്പം അതും കൂടെ പഠിച്ചു പോകണമെങ്കിൽ നിങ്ങൾക്ക് കുറേ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പം അങ്ങനെ കൂടെ നോക്കണം. നമ്മൾ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് പഠിക്കുമ്പോഴേ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ചെയ്ത് പഠിച്ചു പോകാൻ നോക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞു പോയതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം? നേര്യമംഗലം, കളമശ്ശേരി, അതിരപ്പള്ളി, കഴക്കൂട്ടം. ഏതാ ഏറ്റവും കൂടുതൽ? നേര്യമംഗലം. അത് ഏത് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു? നേര്യമംഗലം ഏത് ഡിസ്ട്രിക്റ്റ് ആയിരുന്നു? ഓർമ്മയുണ്ടോ? എറണാകുളം ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. ഓക്കെ, നേര്യമംഗലം ശരിയാട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾക്ക് നടന്നു പോകാൻ മാത്രം വലുപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച് അതിലൂടെ ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സംവിധാനം, അതിന് പറയുന്ന പേരെന്താണ്? കേണിയാണോ, നീർച്ചാലാണോ, സുരംഗയാണോ, കുളമായിരുന്നോ? അത് ഒരാൾക്ക് നടന്നു പോകാൻ വലുപ്പമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ച നമ്മൾ ആ പടമൊക്കെ എടുത്ത് കാണിച്ചായിരുന്നു. സുരംഗയായിരുന്നോ കേണിയായിരുന്നോ എന്ന് ആ ഒരു ഇത് നോക്കിയാൽ മതി. ബാക്കി രണ്ടും അല്ല നമുക്കൊരു ഉറപ്പ് വരുമല്ലോ, നീർച്ചാലും അല്ല കുളവും ആയിരിക്കില്ല എന്ന്. അതിന്റെ ഉത്തരം വരുന്നത് സുരംഗ കേട്ടോ. സുരംഗയാണ് അതിന്റെ ഉത്തരം വരുന്നത്. മറ്റേ കേണി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു, മറ്റേ വലിയ മരത്തടികൾ ഉപയോഗിച്ച് ആഴത്തില് നമുക്ക് കോരിയെടുക്കാവുന്ന രീതിയിലുള്ള ചെറിയൊരു കിണർ പോലെ നമ്മൾ കേണി എന്ന് പറഞ്ഞായിരുന്നു. കേണി എന്ന് പറഞ്ഞാൽ കിണർ എന്നാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് സുരംഗയാണ്. അപ്പം ഇതാണ് ഞാൻ പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ, നമ്മുടെ ജലവും മണ്ണും എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ പിന്നെ വരുന്നത് പ്രധാനമായിട്ടുള്ള മണ്ണിനങ്ങളാണ്. അത് നമ്മൾ സോഷ്യലിനകത്തായിരിക്കും കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണുന്നത്. ഇതിൻ്റെ അത് ജസ്റ്റ് നമ്മൾ മണ്ണിന്റെ പേര് അങ്ങനെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ സോഷ്യലിനകത്ത് കുറച്ചുകൂടെ ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു ഓരോ മണ്ണിന്റെ പ്രത്യേകതകൾ. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏത് മണ്ണിനമാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏത് മണ്ണിനമാണ്. ഇതെല്ലാം ഞാൻ ഗ്രൂപ്പിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അതിന്റെ കോഡ് സഹിതം ഇട്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് നോട്ട് ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ. ഇനി നമുക്ക് ആ ചാപ്റ്ററിലോട്ട് തന്നെ പോവാം. നമ്മുടെ 4ാമത്തെ യൂണിറ്റ് ആണ് ഇനി പോയെടുക്കുന്നത്. യൂണിറ്റിന്റെ പേരെന്ന് പറയുന്നത് വൃത്തി നൽകും ശക്തി. അപ്പം നമ്മൾ 3 യൂണിറ്റുകളിൽ എന്നായിരുന്നു? സസ്യങ്ങളെ കുറിച്ച് പഠിച്ചു, ജന്തുക്കളെ കുറിച്ച് പഠിച്ചു, പിന്നെ ജലവും മണ്ണും. ഇനി പഠിക്കാൻ പോകുന്ന വൃത്തി നൽകും ശക്തി. അതായത് നമ്മൾ എത്രമാത്രം വൃത്തിയായിട്ടിരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ രോഗങ്ങൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് വൃത്തിഹീനമാണെങ്കിൽ, പിന്നെ ഏതൊക്കെ തരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. അങ്ങനെ ഒരു ചെറിയ കോൺസെപ്റ്റേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ, പക്ഷെ അത് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഈ രോഗങ്ങളും രോഗകാരികളും ഒക്കെ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ കാണുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിന്റെ കൂടുതലായിട്ടുള്ളത് 6ാം ക്ലാസ്സിലും വരുന്നുണ്ട്, 5ാം ക്ലാസ്സിലും വരുന്നുണ്ട്. പിന്നെ ഈ ഹൈസ്കൂൾ സെക്ഷനിലാണ് ഓരോ രോഗങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. കൊതുക് പരത്തുന്നു അല്ലെങ്കിൽ ഈച്ച പരത്തുന്നു ആ രോഗങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ ജസ്റ്റ് തുടങ്ങുന്നത്
നമ്മുടെ എല്ലാം ഈ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡോക്ടർമാർ വരാറുണ്ട്, ഒരു ക്യാമ്പയിൻ പോലെ രോഗങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ മരുന്നുകളെ കുറിച്ചും ഒക്കെ പറയാൻ വേണ്ടി. അപ്പൊ ഇതുപോലെ ഒരു സ്കൂളിൽ ഡോക്ടർ വന്നു, നമ്മുടെ സ്കൂൾ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു ഡോക്ടർ സ്കൂളിലേക്ക് വന്നു. എന്നിട്ട് ഡോക്ടർ കുട്ടികൾക്ക് രോഗങ്ങളെ കുറിച്ചും രോഗകാരികളെ കുറിച്ചും അല്ലെങ്കിൽ എത്രമാത്രം ശുചിത്വം പാലിക്കണം അതിനെപ്പറ്റി എല്ലാം ക്ലാസ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കുണ്ടാകുന്ന ഡൗട്ടുകളാണ് ഈ ആദ്യത്തെ ഒരു പോർഷനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. ഈ ഡോക്ടറുടെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം അലൻ തന്റെ നോട്ട് ബുക്കിൽ കുറിച്ചത് വായിക്കാം. നമുക്ക് ജസ്റ്റ് വായിച്ചു പോവാം. അതായത്, കളിക്കുമ്പോഴും മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നാം അറിയാതെ കൈകളിൽ അഴുക്ക് പുരളാൻ സാധ്യതയുണ്ട്. ഇതിൽ പല രോഗാണുക്കളും ഉണ്ടാകാം. സോപ്പിട്ട് കൈകൾ കഴുകുമ്പോൾ രോഗാണുക്കൾ നശിച്ചു പോകും. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഇപ്പൊ പുറത്തു പോയിട്ട് വരുമ്പോഴാണേലും അല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മണ്ണിലൊക്കെ കളിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെല്ലാം പൊടി അല്ലെങ്കിൽ അഴുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും, അത് നഖത്തിന്റെ ഇടയ്ക്കെല്ലാം കയറിപ്പോവും. ഇങ്ങനെ നമ്മൾ വൃത്തിയായിട്ടൊക്കെ കഴുകി മൊത്തം അണുക്കൾ പോകുന്നില്ലെങ്കിലും നമ്മൾ വൃത്തിയായിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു 2019-20 സമയത്ത് കൊറോണയുടെ ആ ഒരു സമയത്ത് മൊത്തം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിക്കൊണ്ടിരുന്നൊരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കളിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നാം അറിയാതെ തന്നെ അഴുക്ക് പറ്റുന്നുണ്ട് നമ്മുടെ കൈകളിൽ. അപ്പൊ അതിൽ തന്നെ കുറെ രോഗാണുക്കളും ഉണ്ട്. അപ്പൊ സോപ്പിട്ട് കൈ കഴുകുമ്പോൾ രോഗാണുക്കൾ നശിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ഇവിടെ അമ്മ പറയുന്നുണ്ട്, നീ സ്കൂളിൽ നിന്ന് വന്നതല്ലേ, പിള്ളേരൊക്കെയാണ് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും അല്ല നമ്മളാണെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോഴേ ആദ്യം ചെയ്യുന്നത് കൈയും കാലൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകുന്നു. അപ്പം ഇവിടെ അമ്മയും പറഞ്ഞിരിക്കുന്നതാണ്, നീ സ്കൂളിൽ നിന്ന് വന്നതല്ലേ, പോയി കൈയും മുഖമൊക്കെ സോപ്പിട്ട് കഴുകും. പിന്നെ ഇവിടെ ഒരു കൊച്ച് വാഷ്റൂമിൽ കയറിയിട്ട് പറയുന്നുണ്ട്, ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം ടോയ്ലറ്റൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണേലും അഴുക്കുകളെല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം കഴുകിക്കളയാം സോപ്പിട്ട്. പിന്നെ ആ കൈ കൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകണം. ആ ഒരു കോൺസെപ്റ്റ് പറയുന്നുള്ളൂ. നമ്മൾ വ്യക്തി ശുചിത്വം എത്രമാത്രം പാലിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. നമുക്ക് ഇതങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല. നമ്മൾ ഏതൊക്കെ രോഗങ്ങൾ വരുന്നു അല്ലെങ്കിൽ അതെങ്ങനെ പരത്തുന്നു, ആരൊക്കെയാണ് ഈ രോഗകാരികൾ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴൊക്കെയാണ് നമ്മുടെ കൈകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വായിച്ചു പോകാം കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണം കഴിച്ചതിന് ശേഷം, പിന്നെ ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം, പിന്നെ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഈ അവസരങ്ങളിലെല്ലാം നമ്മൾ കൈയും കാലും മുഖവും എല്ലാം വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുക തന്നെ. ഇനി അടുത്തത് വൃത്തിയുള്ള കൈകൾ. കൂട്ടുകാരെ, നിങ്ങളുടെ കൈകൾ വൃത്തിയുള്ളതാണോ, നമുക്കൊന്ന് പരിശോധിച്ചാലോ എന്ന് പറഞ്ഞൊരു അവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഒരു പരീക്ഷണം പോലെ. അതായത് നമ്മുടെ കൈകൾ വൃത്തിയുള്ളതാണോ എന്നറിയാൻ വേണ്ടി ഒരു കപ്പിൻ്റെ അകത്ത് നല്ല വെള്ളം ആദ്യം തന്നെ എടുത്ത് മാറ്റി വെക്കുന്നു. പിന്നെ അടുത്തത് വേറൊരു ബക്കറ്റിലേക്ക് നമ്മൾ എല്ലാവരുടെയും കൈകൾ കഴുകി ആ ബക്കറ്റിലേക്ക് കൈകൾ കഴുകി വെള്ളം ഒഴിക്കുകയാണ്. ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആ ബക്കറ്റിലെ വെള്ളവും എടുത്തു വെക്കുന്നു. അപ്പൊ ആദ്യം നമ്മൾ എടുത്തു വെച്ച ശുദ്ധജലവും ഇപ്പൊ നമ്മൾ കൈ കഴുകിയ വെള്ളവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കാരണം ആ ശുദ്ധജലം അത് നല്ല വെള്ളമായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ കൈ കഴുകി കഴിഞ്ഞപ്പം നമ്മുടെ കയ്യിലുള്ള അഴുക്കുകളെല്ലാം വെള്ളത്തിൽ വന്ന് ആ വെള്ളം ഏകദേശം ഒരു മലിനമായി കണ്ടു. അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൈ കഴുകിയത്, അല്ലെങ്കിൽ എന്താണ് കണ്ടെത്തൽ നിങ്ങളുടെ. അപ്പൊ നമുക്കറിയാം, അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ആ നല്ല വെള്ളം അത് നന്നായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ കൈ കഴുകിയ വെള്ളം നമ്മുടെ കയ്യിലെ അഴുക്കുകളെല്ലാം വലിച്ചെടുത്ത് ആ വെള്ളത്തിൽ മൊത്തം അത് അഴുക്കായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കൈ വൃത്തിയായിട്ട് കഴുകണം എന്നുള്ള സ്റ്റെപ്പാ. നമ്മൾ പറഞ്ഞായിരുന്നു മറ്റേ കൊറോണയുടെ സമയത്ത് 23 സെക്കൻഡോ 13 സെക്കൻഡോ എങ്ങാണ്ട് നമ്മൾ ഇങ്ങനെ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകണം, പിന്നെ സാനിറ്റൈസർ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു പോയ ആ ഒരു കോൺസെപ്റ്റാണിത്. എങ്ങനെ കൈകൾ കഴുകണം എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ പെട്ടെന്ന് ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് വളരെ സ്മൂത്തായിട്ട് പെട്ടെന്ന് കഴുകി പോവും. ഇവിടെ കുറച്ച് ഒരു 6 സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് സോപ്പ് എടുക്കണം, കൈകൾ കൂട്ടിത്തിരുമണം, പിറകുവശവും വിരലുകൾക്കിടയും വൃത്തിയാക്കണം, നഖങ്ങളൊക്കെ വൃത്തിയാക്കണം, പിന്നെ വൃത്താകൃതിയിലൊക്കെ തിരുമ്മി കഴുകണം, പിന്നെ ഒഴുകുന്ന വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് തുടച്ച് നമ്മുടെ കൈ വൃത്തിയാക്കുക. അപ്പൊ ഈ കൈ കഴുകലിന്റെ ഘട്ടങ്ങൾ ചെറുതായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മുടെ നഖം നല്ല നീട്ടി വളർത്തുന്നവരാണ് നമ്മൾ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല നെയിൽ പോളിഷൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ നീട്ടി വളർത്താറുണ്ട്. കുഞ്ഞുങ്ങളാണെങ്കിൽ ചിലപ്പം നഖം കടിക്കും, അല്ലെങ്കിൽ അവരുടെ നഖം ഇച്ചിരി നീണ്ടു കഴിയുമ്പോഴത്തേനും അവിടെ ഇവിടെ എല്ലാം പോയി പിടിച്ച് നഖത്തിൻ്റെ ഉള്ളിൽ ചെളിയൊക്കെ കയറും. അപ്പൊ നമ്മൾ നഖം വൃത്തിയായി എന്നും വെട്ടണം എന്നൊക്കെ നമ്മൾ പിള്ളേരോട് പറയാറുണ്ട്. അപ്പൊ ഇവിടെ അത് തന്നെ ഈ കൊച്ചു പറയുന്നത്, ഇതാ എൻ്റെ വൃത്തിയുള്ള കൈകൾ, ഞാൻ നഖം വെട്ടി വൃത്തിയാക്കി. അപ്പം കൈകൾ പൂർണ്ണമായി വൃത്തിയുള്ളതാവണമെങ്കിൽ കൈകളിലെ നഖം വെട്ടി വൃത്തിയാക്കണം. അല്ലെങ്കിൽ നഖത്തിനടിയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ ഭക്ഷണത്തോടൊപ്പം ശരീരത്തിനുള്ളിലും എത്തും. ഇനി കുട്ടികളുടെ മറ്റു സംശയങ്ങൾക്ക് ഡോക്ടർ നൽകിയ ഉത്തരങ്ങൾ കൂടി
അലൻ തന്റെ ബുക്കിൽ എഴുതിയിരുന്നു. അത് നമുക്കും വായിക്കാം. വൃത്തിയില്ലാത്തതോ അഴുക്ക് പുരണ്ടതോ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത്. ഇവയിൽ രോഗാണുക്കൾ വളരും. അങ്ങനെ ചൊറി, ചുണങ്ങ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകും. രാവിലെ ഭക്ഷണത്തിന് മുൻപും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും പല്ലുകൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കണം, അല്ലെങ്കിൽ പല്ലുകൾക്ക് കേടുവരാം. അപ്പോൾ നമ്മൾ ആദ്യം കൈ കഴുകുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. നഖം വെട്ടി വൃത്തിയാക്കുന്നു, കൈ സോപ്പിട്ട് കഴുകുന്നതൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മുടെ വൃത്തിയില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കരുത്. അതായത് നനഞ്ഞതോ വൃത്തിയില്ലാത്ത വസ്ത്രങ്ങളൊക്കെ ധരിക്കാൽ നമ്മുടെ ശരീരത്തെ ബാധിക്കും. ചൊറി, ചുണങ്ങ് അങ്ങനെ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ പല്ലിന്റെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുക. നമ്മൾ ഭക്ഷണത്തിന് മുമ്പും ശേഷമൊക്കെ നല്ല വൃത്തിയായിട്ട് പല്ലൊക്കെ തേക്കുക, വാ കഴുകുക ഒക്കെ ചെയ്തില്ലെങ്കിൽ പല്ലിനും കേട് സംഭവിക്കും. നമ്മൾ 6ാം ക്ലാസ്സിലൊക്കെ ആകുമ്പം ഓരോ പല്ലുകളുടെ എണ്ണം, അല്ലെങ്കിൽ ആദ്യം വരുന്ന പല്ല് ഏത്, ഓരോ പല്ലുകളുടെ പ്രത്യേകതയൊക്കെ പഠിക്കുന്നുണ്ട്. ഇവിടെ അതൊന്നും പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് ഈ വ്യക്തി ശുചിത്വം എത്രമാത്രം പാലിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഈ അടുത്ത നമ്മുടെ വൃത്തിയുള്ള പല്ലുകൾ നമ്മളെല്ലാവരും പല്ലൊക്കെ തേച്ച് നല്ല ഇതാക്കി വെക്കുന്നതാണ്. അപ്പൊ എങ്ങനെയൊക്കെ പല്ല് തേക്കണം എന്നുള്ള സ്റ്റെപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവിടെ തന്നിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ വൃത്തിയുള്ള ശരീരം. നമ്മൾ എല്ലാ ദിവസവും 2 നേരവും വേനൽക്കാലമൊക്കെ ആയിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുള്ള സമയത്ത് 3 നേരമൊക്കെ കുളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെ കുളിക്കണം, അതായത് സോപ്പൊക്കെ തേച്ച് എങ്ങനെ വൃത്തിയായിട്ട് കുളിക്കണം എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഇവിടെ എല്ലാം പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ എത്രമാത്രം വ്യക്തി ശുചിത്വം പാലിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് വ്യക്തി ശുചിത്വം. അത് നമ്മൾ ഒരാൾ മാത്രം നോക്കിയാൽ പോരാ. എല്ലാവരും അവനവന്റെ ശരീരം അല്ലെങ്കിൽ ആയിരിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളെല്ലാം ശുചിത്വത്തോടെ നോക്കണം എന്നുള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ് തുടങ്ങിയവ അവയിൽ ചിലതാണ്. ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളെയും അകറ്റി നിർത്താം. നമ്മൾ മുമ്പേയും പറഞ്ഞായിരുന്നു, ഈ ചൊറി, ചുണങ്ങൊക്കെ വരും എന്ന് പറഞ്ഞു. ഈ നനഞ്ഞ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ് അതൊക്കെ ഈ വ്യക്തി ശുചിത്വം ഇല്ലായ്മയുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെയാണ്. ഈ വയറിളക്കവും ജലദോഷവും ചൊറിയും ചുണങ്ങും. അപ്പൊ ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളെയും അകറ്റി നിർത്താന്ന് പറയുന്നത്. പിന്നെ വ്യക്തി ശുചിത്വത്തിനായി ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടതാണ്. നമ്മൾ എത്രമാത്രം നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സിറ്റുവേഷനൊക്കെ എത്രത്തോളം വൃത്തിയായിട്ട് നോക്കണം എന്നൊക്കെ ഉള്ളത് ആ ഒരു തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടതാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി വരുന്ന ടോപ്പിക്കുകൾ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ഒരു പരിസര ശുചിത്വം എന്ന് പറയുന്ന ഒരു നാടകം പോലെ കാണിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. അതായത് മണിയൻ ഈച്ച, കടുവ കൊതുക്, ചിണ്ടനിലി, ഈ 3 പേരാണ് നമ്മുടെ ഈ കഥാപാത്രങ്ങൾ. ഇവർ 3 പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആൾക്കാരാണ്. മണിയൻ ഈച്ചയുണ്ട്, കടുവ കൊതുകുണ്ട്, ചിണ്ടനിലിയുണ്ട്. അപ്പൊ ഇവരെന്താ പറയുന്നത് നമുക്ക് നോക്കാതെ. ഈ ഒരു നാടകത്തിനകത്ത് തന്നെ അവർ പറഞ്ഞു പോകുന്നുണ്ട്. രംഗം 1, ഈച്ചയും കൊതുകും കണ്ടുമുട്ടുന്നു. നമ്മുടെ കൊതുക് പറയുന്നുണ്ട്, ഹലോ മിസ്റ്റർ മണിയൻ, എന്നെ പരിചയമുണ്ടോ? ഈച്ച, ഹ പരിചയമുണ്ടെന്നോ? ചേട്ടൻ മനുഷ്യരുടെ രക്തം കുടിക്കുന്ന വീരനല്ലേ? നിരവധി രോഗങ്ങൾ പരത്തുന്ന ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഉടനെ നമ്മുടെ കൊതുക് പറയാണ്, അതെ, ഞാൻ കാരണം മനുഷ്യർക്ക് ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങൾ പകരുന്നു. അതെനിക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യും? നമ്മുടെ കൊതുക് പറഞ്ഞു, കൊതുക് ഏതൊക്കെ രോഗങ്ങളാണ് പരത്തുന്നത്? ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത്. ഈ 4 പ്രധാനപ്പെട്ട രോഗങ്ങൾ പരത്തുന്ന രോഗകാരി ആരാണ്? നമ്മുടെ കൊതുകാണ്. അപ്പൊ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത്. അപ്പൊ ഈ 4 എണ്ണം അത് കൊതുക് പരത്തുന്നതാണ്. അപ്പൊ നമുക്ക് മാറിപ്പോരുത്. ഓപ്ഷനിൽ കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏത്, പെടുന്നത് ഏത്, അതെങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ അത് മാറിപ്പോരുത്. അല്ലെങ്കിൽ തെറ്റായ ജോഡി, അങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം മാറിപ്പോകരുത്. അപ്പം കൊതുക് പരത്തുന്ന ഏതൊക്കെയാണ്? ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത്. അതിനൊരു കോഡ് ഞാൻ ഉണ്ടാക്കിയത്, ചിക്കുവിന് ഡെങ്കിയ മമ്മ. നമ്മൾ ഈ അമ്മയ്ക്ക് നമ്മൾ വിളിക്കൂല, മമ്മ എന്ന് വിളിക്കില്ലേ? അപ്പൊ അതാണ് ചിക്കുവിന്, അതായത് ചിക്കൻ ഗുനിയ,
ഡെങ്കിയാണ് ഡെങ്കിപ്പനി, മമ്മ മലേറിയ, മന്ത്. നിങ്ങൾ ആ കോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒന്ന് എഴുതി പോയാൽ മതിയേ. ഈ ഒരു സ്ക്രീൻ ചെറുതായതുകൊണ്ടാണ് ഞാനിവിടെ എഴുതി പോവാത്തത്. എഴുതി പോയാലും നിങ്ങൾ എന്താ ആ വേർഡ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് വരത്തില്ല, അതുകൊണ്ടാണ് എഴുതി പോവാത്തത്. കോഡ് ഇതാണ്: ചിക്കുവിന് ഡെങ്കിപ്പനിയ മമ്മ, അതായത് ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, പിന്നെ മമ്മായിക്കകത്ത് മലേറിയയും മന്തും. അപ്പൊ ഈ 4 രോഗങ്ങൾ പരത്തുന്ന ആരാ? കൊതുകാണ്. അപ്പൊ കൊതുക് പരത്തുന്ന പ്രധാനപ്പെട്ട 4 രോഗങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പം 2-3 രോഗങ്ങളും കൂടെ വരും. അപ്പൊ വേറെ കോഡായിട്ട് അത് തരും കേട്ടോ. ഇവിടെ ഈ 4 ഓർത്തിരിക്കേണ്ടത്: ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മലേറിയ. ചിക്കുവിന് ഡെങ്കിപ്പനിയ മമ്മ, അതങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. കോഡ് കിട്ടിയില്ലോ അല്ലേ? നിങ്ങൾ എഴുതി പോകുന്നുണ്ട്, ഞാൻ ഓർക്കുക. എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ റിയാക്ഷൻസ് ഒന്നും കാണത്തില്ല. കുഴപ്പമില്ല, ഞാൻ ഗ്രൂപ്പിൽ ആ കോഡ് ഞാൻ ഇട്ടേക്കാം. ഇനി പറയുന്നത്, അപ്പൊ ഈച്ച ബാക്കി ചോദിക്കുന്നുണ്ട്, ബാക്കി നാടകം പോവാണ്. ഈച്ച പറയാണ്, ചേട്ടൻ എവിടെയാണ് താമസം? അപ്പൊ നമ്മുടെ കൊതുക് പറയുന്നുണ്ട്, ഈ നഗരത്തിൽ തന്നെ അഴുക്കുചാലിനരികെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന വീടില്ലേ, അവിടെ അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ മുട്ടയിട്ട് പെരുകി സ്ഥലം കൈയടക്കി. അപ്പൊ നമ്മുടെ കൊതുക് പറഞ്ഞു, ഞാൻ ഇന്ന രോഗങ്ങളൊക്കെയാണ് വരുത്തുന്നത്, ഞാൻ എല്ലാവരുടെയും ചോരയൂറ്റി കുടിക്കും, ഞാൻ മാലിന്യമൊക്കെ കുന്നുകൂടി കിടക്കുന്ന സ്ഥലങ്ങളില്ലേ, അവിടെയാണ് എൻ്റെ വാസസ്ഥലം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൊതുക് അവന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഇനി ആരൊക്കെയുണ്ട് അവിടെ? നമ്മുടെ ഈച്ചയുണ്ട്, എലിയുണ്ട്. അപ്പൊ അവരെന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറഞ്ഞു കാണുക എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ജസ്റ്റ് അവരെന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറഞ്ഞു എന്നുള്ളത്. ഇവിടെ കൊതുക് പറഞ്ഞു നോക്കി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുക് മുട്ടയിട്ട് പെരുകുന്നത്. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയെത്താൻ 8 ദിവസം എടുക്കും. അതൊന്ന് ഓർത്തിരിക്കണം. അതായത് കൊതുകിന്റെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ, അതായത് കൊതുക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി 8 ദിവസം എടുക്കുന്നുണ്ട്. 8 ദിവസം എടുക്കും. മനുഷ്യന്റെ രക്തം കുടിക്കുന്ന കൊതുകുകൾ നിരവധി രോഗങ്ങൾ പരത്തുന്നു. മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയവയാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ. പിന്നെ നമ്മൾ ഒരെണ്ണം കൂടെ പറഞ്ഞായിരുന്നു, മന്ത്. അപ്പൊ മലേറിയ, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, പിന്നെ മന്ത് തുടങ്ങിയവയാണ് കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ. ഇനി നമ്മുടെ ഈച്ച നോക്കി, നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ഒരു ചെറു പ്രാണിയാണ് ഈച്ച. മലിനമായ സ്ഥലങ്ങളിലും ചീഞ്ഞ വസ്തുക്കളിലും ഈ ജീവിയെ കാണാം. മധുരമുള്ളതും തുറന്നു വെച്ചിരിക്കുന്നതുമായ ആഹാര സാധനങ്ങളിൽ ഈച്ച വന്നിരിക്കും. വയറിളക്കം, കോളറ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നത് ഈ ചെറുജീവിയാണ്. അപ്പൊ വയറിളക്കവും കോളറയും പരത്തുന്ന ആരാണ്? ഈച്ചയാണ്. നമ്മൾ കൊതുകിന്റെ 4 രോഗങ്ങൾ പറഞ്ഞു, ഇവിടെ ഈച്ചയുടെ 2 എണ്ണേ ഉള്ളൂ. ഏതൊക്കെയാ? വയറിളക്കവും കോളറയും. അപ്പൊ നിങ്ങൾ എഴുതി പോകുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഈച്ച ഒരു സ്ലാഷ് ഇട്ടിട്ട് വയറിളക്കം, കോളറ. അപ്പൊ ഈച്ച പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? വയറിളക്കവും കോളറയും. ഇനി നമ്മുടെ എലിയാണെങ്കിൽ തട്ടിൻ പുറത്തും ചെറുമാളങ്ങളിലും എലിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ണിൽ കണ്ടതൊക്കെ ഈ ദരിദ്രൻ കരണ്ട് മുറിച്ച് നശിപ്പിക്കും. അടുക്കളയിലെയും കലവറയിലെയും ഭക്ഷണ സാധനങ്ങൾ തേടി എലിയെത്തും. എലിയുടെ വിസർജ്യങ്ങൾ ഭക്ഷണ സാധനങ്ങളിൽ വീഴുക വഴി പലവിധ രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. എലിപ്പനി, പ്ലേഗ് തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നത് എലിയാണ്. അപ്പൊ എലി പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? എലിപ്പനിയും പ്ലേഗും. നമ്മുടെ ഈച്ചയ്ക്ക് 2 ഉള്ളൂ, എലിക്കും 2 ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ കൊതുകിനാണ് 4 പറഞ്ഞത്. കൊതുകിന്റെ ഏതൊക്കെയായിരുന്നു? ചിക്കുവിന് ഡെങ്കിയ മമ്മ, അതായത് ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത്. ഇത് കൊതുക് പരത്തുന്നു. നമ്മുടെ വയറിളക്കവും കോളറയും ആരാ? ഈച്ചയാണ്. ഇനി എലിയാണെങ്കിലോ? എലിപ്പനിയും പ്ലേഗുമാണ് നമ്മുടെ എലി പരത്തുന്ന രോഗങ്ങൾ. അപ്പൊ ഇവര് 3 പേരുമാണ് ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ടും പറയുന്ന ആൾക്കാർ. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു, കൊതുക് പരത്തുന്ന 4 രോഗങ്ങളും പറഞ്ഞു, എലി പരത്തുന്ന 2 പറഞ്ഞു, ഈച്ച പരത്തുന്ന 2 പറഞ്ഞു. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയില്ലാത്ത ഇടങ്ങളിലാണ് കൊതുക്, ഈച്ച, എലി മുതലായവ പെരുകുന്നത്. ഇത്തരം ജീവികൾ പെരുകുന്നതാണ് പല രോഗങ്ങളും പടരാൻ കാരണമാകുന്നത്. അപ്പം ഈച്ചയും കൊതുകും എലിയും വഴി നമുക്കുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ ഈ ഓപ്ഷൻസ് തന്നിട്ട് ഇത് ആര് പരത്തുന്നതാണ് അങ്ങനെയും ചോദിക്കാം. അപ്പൊ അത് കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക. മറന്നു പോകാതെ തന്നെ അതിപ്പോ തന്നെ എഴുതി നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അതായത് കൊതുകിന്റെ 4 രോഗങ്ങളും
ഈച്ചയുടെ 2 എലിയുടെ 2. അത് അങ്ങനെ തന്നെ എഴുതി 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 പഠിക്കുക, വായിച്ചും പഠിക്കുക കേട്ടോ. അത് കണക്ട് ചെയ്ത് അങ്ങനെ തന്നെ പോവുക. ഇനി പറയുന്നൊരു കാര്യമുണ്ട്, പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്തിലെ ചില വാർഡുകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിനാൽ രോഗാണുവാഹകരായ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. നമ്മുടെ സ്കൂളുകളിലാണേലും ഒരു ദിവസം ഡ്രൈ ഡേ എന്ന് പറഞ്ഞ് നമ്മൾ ആചരിക്കാറുണ്ട്. സ്കൂളിന്റെ പരിസരത്ത് ഇങ്ങനെ എന്തെങ്കിലും കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയാനും, പിന്നെ അത്യാവശ്യം എവിടെയെങ്കിലും പള്ളൊക്കെ പിടിച്ച് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനും, അങ്ങനെ നമ്മൾ സേവനവാരം പോലെ തന്നെ ഡ്രൈ ഡേ എന്നൊരു പദ്ധതി അത് നമ്മൾ ആചരിക്കാറുണ്ട് സ്കൂളുകളിലും. അല്ലെങ്കിൽ ഈ എന്താ NCC അല്ലെങ്കിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്, അങ്ങനെ സ്കൂളുകളിലെ ഓരോ സംഘടനകളും ഇതിനെപ്പറ്റി ഓരോ വാർഡിലെ അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തൊക്കെ നമ്മൾ നടത്താറുള്ളതാണ് ഡ്രൈ ഡേ. ഈ ഡ്രൈ ഡേ ഒരു തവണ ക്വസ്റ്റ്യൻ ചോയ്സാണ്. ഞാൻ പറയാവേ, ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പറയാതെ. നമ്മുടെ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ, ചിരട്ട, ടയർ, കുപ്പിയുടെ അടപ്പ്, കളിപ്പാട്ടങ്ങൾ തുടങ്ങി വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ധാരാളം വസ്തുക്കളുണ്ട്. നമുക്കറിയാം നമ്മുടെ പരിസരത്ത് ഇങ്ങനെ നമ്മൾ വലിച്ചെറിയുന്നത് തന്നെയായിരിക്കും കുപ്പിയുടെ അടപ്പ് അല്ലെങ്കിൽ ചിരട്ടകളാണെങ്കിൽ പോലും കിടന്നാൽ അതിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കിടക്കാൻ പറ്റുന്ന അതുപോലെയുള്ള വസ്തുക്കൾ ധാരാളം നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. ഇവയിൽ കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു കൊതുക് എത്ര ദിവസം കൊണ്ട് അതിന്റെ കൊതുകിന്റെ മുട്ട വിരിയുന്നതെന്ന് പറഞ്ഞേ, 8 ദിവസം കൊണ്ടാണ്. അപ്പം 8 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് പൂർണ്ണ വളർച്ചയാതെത്തും. അതിനാൽ ഓരോ 7 ദിവസത്തിലും ഇത്തരം വസ്തുക്കളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മറിച്ചു കളയുകയും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുകയും വേണം. ഈ ശുചീകരണ പ്രവർത്തനമാണ് എന്ത്? ഡ്രൈ ഡേ. അതായത് നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഈ റബ്ബർ തോട്ടമൊക്കെ ഉണ്ടല്ലോ, അറിയാം. ആ ചിരട്ടയ്ക്കകത്ത് വെള്ളം കെട്ടിക്കിടക്കും നമ്മൾ പറയാം അല്ലേ. ചിരട്ട കാണുമ്പോൾ അത് കമത്തി വെക്കാന്ന് പറയും. അപ്പം അതുപോലെയുള്ളതുണ്ട്. നമ്മുടെ അല്ലാതെ സാധാരണ ചിരട്ടകളുണ്ട്. പിന്നെ ഈ കുപ്പിയുടെ അടപ്പ്, അങ്ങനെ അത്യാവശ്യം വെള്ളം കെട്ടിക്കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്തുക്കൾ നമ്മുടെ ചുറ്റുപാടും കിടക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൊതുക് വന്ന് മുട്ടയിടും. 8 ദിവസത്തിന് ശേഷമാണ് ഈ മുട്ട പൊട്ടി അടുത്ത് കൊതുകുകൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്യുമ്പം എന്താണല്ലോ ആ വെള്ളത്തിൻ്റെ അകത്ത് മുട്ടകളെല്ലാം പൊട്ടി പോകുന്നുണ്ട്. അപ്പം അത് ആ ഒരു ശുചീകരണ പ്രവർത്തനമാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന ശുചീകരണ പ്രവർത്തനമാണ് എന്ത്? ഡ്രൈ ഡേ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ പറയുന്നത്, കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി വീടുകളിലും സ്കൂളുകളിലും നടത്തുന്ന പ്രവർത്തനം എന്താണ്? ഡ്രൈ ഡേ. അതായത് കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വീടുകളിലും പരിസരങ്ങളിലും നടത്തുന്ന പ്രവർത്തനമാണ് ഏത്? ഡ്രൈ ഡേ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വീടുകളിലും പരിസരങ്ങളിലും എല്ലാം നമ്മൾ നടത്തുന്ന ഒരു പ്രവർത്തനമാണ് എന്ത്? ഡ്രൈ ഡേ എന്ന് പറയുന്നത്. നമ്മളിപ്പം കൊതുകും ഈച്ചയും എലിയും പരത്തുന്ന രോഗങ്ങൾ പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ പറയുന്ന ഒരു ഇതാണ്, ജലത്തിലൂടെയും രോഗം പകരാം. അതായത് എലിയും ഈച്ചയും കൊതുകും പോലെ തന്നെ നമുക്ക് വേറെ ഒരു ഭാഗത്തു നിന്ന് നമ്മുടെ രോഗങ്ങൾ വരുന്നതാണ് ജലത്തിലൂടെ. അപ്പൊ ജലത്തിലൂടെ വരുന്ന രോഗങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ജലത്തിലൂടെയും രോഗം പകരാം. പരിസര പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെയും ശുദ്ധമല്ലാത്ത കുടിവെള്ളത്തിലൂടെയും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നുണ്ട് വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ ജലത്തിലൂടെ പകരാറുണ്ട്. ഏതൊക്കെയാ? വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ ജലത്തിലൂടെ പകരാറുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ വയറിളക്കം കോളറയും വേറൊരു സ്ഥലത്തും കണ്ടായിരുന്നു. വേറൊരാൾ പരത്തുന്നും പറഞ്ഞു. ആരായിരുന്നു? ഓർമ്മയുണ്ടോ? വയറിളക്കവും കോളറയും ആര് പരത്തുന്നാ പറഞ്ഞേ? കൊതുകായിരുന്നോ? ഈച്ചയായിരുന്നോ? എലിയായിരുന്നോ? വയറിളക്കവും കോളറയും പരത്തുന്ന് പറഞ്ഞേ? ഈച്ചയായിരുന്നു അല്ലേ? ആരാണ് ഇത് വയറിളക്കവും കോളറയും പരത്തുന്ന് പറഞ്ഞേ? ഈച്ചയായിരുന്നു നമ്മുടെ വയറിളക്കവും കോളറയും പരത്തുന്നത്. അതുപോലെ തന്നെ ജലത്തിലൂടെ പകരുന്നതാണ് എന്ത്? വയറിളക്കവും മഞ്ഞപ്പിത്തവും കോളറയും ടൈഫോയിഡും എല്ലാം ജലത്തിലൂടെയും പകരുന്നത് തന്നെയാണ്. അപ്പൊ ഈ എലി പകർത്തുന്ന രോഗങ്ങളും ഈച്ചയും പിന്നെന്താ കൊതുകും അതുപോലെ തന്നെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളും, ഇത് 4 നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻ ഏത് രോഗകാരി വേണേലും ചോദിക്കാം, അല്ലെങ്കിൽ ഏത് രോഗം വേണേലും ചോദിക്കാം. അപ്പൊ ഈ 4 എണ്ണത്തിന്റെയും രോഗങ്ങൾ പഠിച്ചു വെക്കണം. അത് പരത്തുന്ന ഇതിലേക്കൂടെയാണ്, അതായത് ജലത്തിലൂടെയാണോ, എലിയാണോ, ഈച്ചയാണോ,
എലിയാണോ ഈച്ചയാണോ കൊതുകാണോ എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കണം, അത് പഠിക്കുകയും വേണം. നോക്കിക്കേ, ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം. കുടിക്കാൻ തിളപ്പിച്ചാറിയ ജലം ഉപയോഗിക്കാം. നമ്മൾ വെള്ളം തിളപ്പിച്ചാറിയത് കുടിക്കണമെന്ന് എപ്പോഴും പറയുന്നത് അല്ലേ. പിന്നെ ഈ കൊതുക് മുട്ടയിടുന്ന സാഹചര്യങ്ങളൊക്കെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കണ്ടാൽ അതിനെയൊക്കെ നമ്മൾ മറിച്ച് കളയുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കിക്കൊള്ളുക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ രോഗങ്ങൾ വരാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുന്നത്. ഇനി നോക്കിയേ, പാനീയ ചികിത്സ എന്ന് പറഞ്ഞു. വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നു. നമുക്ക് എല്ലാം തന്നെ എന്നാ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുള്ളതായിരിക്കും വയറിളക്കം. അപ്പൊ വയറിളക്കം ഉണ്ടാകും നമുക്കറിയാം, നമുക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും. അപ്പൊ വയറിളക്കം രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നുണ്ട്. നഷ്ടപ്പെട്ട ജലാംശം ശരീരത്തിന് തിരിച്ചു നൽകണം. ഇതിനായി താഴെ പറയുന്നവ രോഗിക്ക് കൊടുക്കാം. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുന്ന, ഇനി ഉപ്പും പഞ്ചസാരയും ചേർത്ത് നാരങ്ങ വെള്ളം, ഉപ്പിട്ട സംഭാരം, കരിക്കിൻ വെള്ളം. പിന്നെ നമ്മൾ കലക്കി കുടിക്കുന്നതാണ് നമ്മുടെ ORS ലായനി. അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ORS തിളപ്പിച്ചാറിയ ജലത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് നൽകുകയും ചെയ്യണം. അത് നമ്മുടെ ORSന്റെ ഫുൾ ഫോം ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ്. ഇത് ഓറൽ റീഹൈഡ്രേഷൻ, ആട്ടോ, അത് ഞാൻ എഴുതി വന്നപ്പോൾ അങ്ങനെ ഏതാണ്, റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് നമ്മുടെ ORS പറയുന്നത്. TION ഉണ്ട്. പിന്നെ സൊല്യൂഷൻ, സൊല്യൂഷൻ. ഓക്കെ, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാണ് നമ്മുടെ ORS എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ വയറിളക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അത് നമുക്ക് ഛർദിയാണെങ്കിലും നന്നായിട്ട് ഛർദ്ദിച്ച് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ഒരു ക്ഷീണമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ക്ഷീണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്? ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കും, ഉപ്പും പഞ്ചസാരയും ചേർത്ത് നാരങ്ങ വെള്ളം, പിന്നെ ഉപ്പിട്ട സംഭാരം, കരിക്കും വെള്ളം, പിന്നെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ORS, അത് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നോക്കി, അടുത്ത് നമ്മുടെ വിദ്യാലയം, ശുചിത്വ വിദ്യാലയം എന്ന് പറഞ്ഞു കിടക്കുന്നതാണ്. അത് നമുക്ക് വലിയ കാര്യമായിട്ടില്ലാത്തൊരു കാര്യങ്ങളാണ്. അതായത് വിദ്യാലയത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം, നമ്മുടെ വിദ്യാലയം വൃത്തിയുള്ളതാണോ, അല്ലെങ്കിൽ എത്രമാത്രം വൃത്തിഹീനമാണ്, എവിടെയൊക്കെയാണ് വൃത്തികേടായിട്ട് കിടക്കുന്നത്, ബാത്റൂമിന്റെ പുറകാണോ, അടുക്കളയുടെ പുറകാണോ, അങ്ങനെയൊക്കെ എവിടെയൊക്കെയാണെന്നറിയാൻ ജസ്റ്റ് ടിക്കിട്ട് പോകുന്നേ ഉള്ളൂ. ചപ്പ് ചവറുകൾ എവിടെയൊക്കെ കൂടി കിടക്കുന്നുണ്ട്, നമ്മുടെ വിദ്യാലയത്തിന്റെ പരിസരം എവിടെയാണ്, ക്ലാസ് മുറി എങ്ങനെയാണ്, അടുക്കള എങ്ങനെയാണ്, അതൊക്കെ ജസ്റ്റ് നമ്മൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ അത് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇനി നമ്മൾ പ്രധാനമായിട്ട് ഇപ്പൊ നമ്മൾ രോഗങ്ങളും രോഗകാരികളും പഠിച്ചു. ഇനി പ്രധാനമായിട്ട് നോക്കുന്നതാണ് മാലിന്യങ്ങളെ തരം തിരിക്കാം. അതായത് മാലിന്യങ്ങളെ തരംതിരിച്ചു. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും എല്ലാം മാലിന്യങ്ങൾ ഉണ്ട്. അത് റോഡരികിലായിക്കോട്ടെ, ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിക്ഷേപിക്കുന്ന ഒരിതാണ് നമ്മുടെ എല്ലാം കാണുന്നത്. അപ്പൊ അതുപോലെ പലതരത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. ഈ സ്കൂളിൽ മാലിന്യങ്ങളെ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് വേണ്ടി മാലിന്യ കൂടുകൾ വെച്ചിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാ സ്കൂളുകളിലും തന്നെ ഉണ്ട്. ഇത് കണ്ടോ? അജൈവ മാലിന്യം, ജൈവ മാലിന്യം, അപകടകരമായ മാലിന്യം എന്ന് പറഞ്ഞ് ബോക്സുകൾ വെച്ചിട്ടുണ്ട്. ചില സ്കൂളുകളിലൊക്കെ ഈ കുരങ്ങന്റെയും പെൻഗ്വിന്റെയും ഒക്കെ ഷേപ്പില് യൂസ് മീ പ്ലേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേസ്റ്റ് ഓട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ പറഞ്ഞ മൂന്ന് ടൈപ്പിലുള്ള വേസ്റ്റ് ബിന്നുകളാണ് കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ ഏതാണ്? അജൈവ മാലിന്യം. അജൈവ മാലിന്യത്തിന്റെ ഒരു പെട്ടിയുണ്ട്. പിന്നെയുള്ളത് ജൈവ മാലിന്യം, പിന്നെയുള്ളത് അപകടകരമായ മാലിന്യം. അങ്ങനെ 3 തരത്തിലാണ് നമ്മുടെ മാലിന്യങ്ങളെ തരം തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? അജൈവ മാലിന്യം, ജൈവ മാലിന്യം, പിന്നെ അപകടകരമായ മാലിന്യം. അപ്പൊ ആ കൊച്ചു ചോദിക്കുന്നുണ്ട്, എല്ലാ മാലിന്യങ്ങളും ഒരു പാത്രത്തിൽ ഇട്ടാൽ പോരെന്ന്. അങ്ങനെ പറ്റുമോ? എല്ലാ മാലിന്യങ്ങളും ഒരു പാത്രത്തിൽ ഇട്ടാൽ എന്തായിരിക്കും പ്രശ്നം? അത് ചിലത് മണ്ണിലേക്ക് അല്ലെങ്കിൽ അലിഞ്ഞു പോകുന്നവയുണ്ട്, പക്ഷെ ചിലതോ അവിടെ തന്നെ കിടക്കും. അത് എത്ര നാളെടുത്താലും അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ അതെല്ലാം നമുക്ക് ഒരുമിച്ച് ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ നോക്കിക്കേ, അതിനെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട്. മണ്ണിൽ അഴുകിച്ചേരുന്നതും അല്ലാത്തതുമായ മാലിന്യങ്ങളുണ്ട്. ഇത് നോട്ട് ചെയ്ത് തന്നെ പോവുക. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷെ നമ്മൾ നോട്ട് ചെയ്ത് തന്നെ പോവുക. ഭക്ഷണത്തിന്റെയും പച്ചക്കറിയുടെയും അവശിഷ്ടങ്ങൾ പോലുള്ള അഴുകുന്ന വസ്തുക്കളെ നമ്മൾ എന്താ പറയാ? ജൈവ മാലിന്യങ്ങൾ എന്നും, പ്ലാസ്റ്റിക് പോലുള്ള അഴുകാത്ത വസ്തുക്കളെ അജൈവ മാലിന്യങ്ങൾ എന്നും പറയുന്നു.
അപ്പൊ എന്താ, ഭക്ഷണത്തിന്റെയും പച്ചക്കറിയുടെയും അവശിഷ്ടങ്ങൾ പോലുള്ള അഴുകുന്ന വസ്തുക്കളെ ജൈവ മാലിന്യങ്ങൾ എന്നും, പിന്നെ പ്ലാസ്റ്റിക് പോലുള്ള അഴുകാത്ത വസ്തുക്കളെ അജൈവ മാലിന്യങ്ങൾ എന്നും പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഇലക്ട്രോണിക് അവശിഷ്ടങ്ങള്, ഉപയോഗശൂന്യമായ മരുന്നുകള്, ബൾബുകള് തുടങ്ങിയവയാണ് എന്ത്, അപകടകരമായ മാലിന്യങ്ങൾ. അതായത് ഇലക്ട്രോണിക് അവശിഷ്ടങ്ങള്, ഉപയോഗശൂന്യമായ മരുന്നുകള്, ബൾബുകള്, ഇവയെല്ലാം പെടുന്ന ഇതിൻ്റെ അകത്താ, അപകടകരമായ മാലിന്യങ്ങൾ എന്ന വിഭാഗത്തിന്റെ അകത്താണ് ഇവ പെടുന്നത്. അപ്പൊ 3 തരത്തിലാണ് നമ്മൾ മാലിന്യങ്ങളെ തിരിച്ചിരിക്കുന്നത്. ജൈവ മാലിന്യങ്ങളുണ്ട്, അജൈവ മാലിന്യങ്ങളുണ്ട്, അപകടകരമായ മാലിന്യങ്ങളുണ്ട്. അല്ലെ, ജൈവ മാലിന്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാ? ഭക്ഷണത്തിന്റെയും പച്ചക്കറിയുടെയും അവശിഷ്ടങ്ങൾ പോലുള്ള അഴുകുന്ന വസ്തുക്കളാണ് എന്ത്, ജൈവ മാലിന്യങ്ങളിൽ പെടുന്നത്. ഇനി പ്ലാസ്റ്റിക് പോലുള്ള അഴുകാത്ത വസ്തുക്കളെ എവിടെ പെടുത്തും? അജൈവ മാലിന്യങ്ങളിൽ. ഇനി ഇലക്ട്രോണിക് അവശിഷ്ടങ്ങള്, ഉപയോഗശൂന്യമായ മരുന്നുകള്, ബൾബുകള് തുടങ്ങിയവയാണ് എന്ത്, അപകടകരമായ മാലിന്യങ്ങൾ. അപ്പൊ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് കാണുന്നത്, മാലിന്യങ്ങളെ തരം തിരിച്ചു പറയുന്നത്. ഇനി നമ്മൾ അടുത്ത കോൺസെപ്റ്റ് നമ്മുടെ എല്ലാ വീടുകളിലും സ്കൂളുകളിലും എല്ലാം ഉള്ളതാണ് എന്ത്, ഈ കമ്പോസ്റ്റ് കുഴി. അതായത് നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റുകൾ തുടങ്ങിയവയെല്ലാം നമ്മൾ കമ്പോസ്റ്റ് കുഴിയിലാണ് ഇടാറ്, അല്ലെ. പഴം, പച്ചക്കറി, മത്സ്യം, ഭക്ഷണാവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവ പാഴ്വസ്തുക്കൾ കുഴിയിൽ നിക്ഷേപിക്കുകയും മണ്ണിടുകയും ചെയ്യുക. 3-4 മാസം കൊണ്ട് പൂർണ്ണമായും വളമായി മാറിയിട്ടുണ്ടാകും, അല്ലെ. നമ്മൾ കമ്പോസ്റ്റ് കുഴി, അതിൽ ആ വളം പിന്നെ ഉപയോഗിച്ച് നമ്മൾ ചെടികൾക്ക് കൊണ്ടുപോയിടുന്നു, ചെടികൾ വളരുന്നു, അല്ലെ. ആ ഒരു വളം കമ്പോസ്റ്റ് കുഴിയിലാണ് നമ്മൾ എന്തൊക്കെയായിരുന്നത്, ഭക്ഷണത്തിന്റെ വേസ്റ്റുകള്, പിന്നെ പച്ചക്കറി അവശിഷ്ടങ്ങളെല്ലാം, അതായത് മണ്ണില് അഴുകി പോകുന്ന തരത്തിലുള്ള മാലിന്യങ്ങളാണ് നമ്മൾ കമ്പോസ്റ്റ് കുഴിയിൽ ഇടുന്നത്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാട് ഇപ്പം പ്ലാസ്റ്റിക്കുകളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ വരാറുണ്ട്. ഇവിടെ എല്ലാം വരുന്നുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ ഇപ്പം നമ്മൾ കമ്പോസ്റ്റ് കുഴി ഉണ്ട്, അത് അല്ലാതെ ഈ ഒരു പൈപ്പ് ഉണ്ട്, ഒരു 3 ടൈപ്പ് പൈപ്പ് ഉണ്ട്. നമ്മുടെ ബയോഗ്യാസ് ഒക്കെ പോലെ തന്നെ ഒരു പൈപ്പ് ഉണ്ട്, നമ്മൾ അതിൻ്റെ അകത്ത് ഭക്ഷണത്തിന്റെ വേസ്റ്റ് ഇടാറുണ്ട്. കമ്പോസ്റ്റ് കുഴി പോലെ തന്നെ ആ ഒരു പൈപ്പും ഉണ്ട്. അപ്പം മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പ്രത്യേക സ്ഥലങ്ങളുണ്ട്, അജൈവ മാലിന്യങ്ങളും അപകടകരമായ മാലിന്യങ്ങളും നിക്ഷേപിക്കാൻ അല്ലെങ്കിൽ അത് കൊണ്ടുപോകാനും ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ ആ കൃത്യം തന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടുള്ളൂ. അതിന്റെ കാരണം എന്താ, ഇല്ലാത്ത അസുഖങ്ങളെല്ലാം നമുക്ക് വരികയും ചെയ്യും. പിന്നെ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, റോഡായിക്കോട്ടെ, തോടായിക്കോട്ടെ, കുളമായിക്കോട്ടെ, നമ്മൾ പോകുന്ന വഴികളായിക്കോട്ടെ, വീടും പരിസരവും ആയിക്കോട്ടെ, എല്ലാം മലിനമാക്കപ്പെടും. നമ്മൾ അവിടെ ഇവിടെ എല്ലാം വലിച്ചെറിയുമ്പോഴും അതെന്താ, പ്ലാസ്റ്റിക്കുകളെല്ലാം നമ്മുടെ നിലത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും അഴുകി പോകത്തില്ല. നമ്മൾ ഇപ്പൊ തന്നെ പറഞ്ഞു, അതെല്ലാം അജൈവ മാലിന്യങ്ങളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായാലും നമ്മുടെ ചുറ്റുപാടും എല്ലാം മലിനീകരിക്കപ്പെടും, കൂടുതൽ മലിനമാകും, നമുക്ക് എല്ലാ അസുഖങ്ങളും വരികയും ചെയ്യും. ഇവിടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, പ്ലാസ്റ്റിക് വലിച്ചെറിയരുതേ, കത്തിക്കരുതേ. പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുതെന്ന് പഠിച്ചത് മറന്നു എന്ന് ആ കൊച്ചു ചോദിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, അത് മണ്ണില് അഴുകി ചേരുന്നില്ല, അല്ലെങ്കിൽ മണ്ണിലേക്ക് അത് അലിഞ്ഞു പോകുന്നില്ല, മണ്ണിൽ ഇങ്ങനെ കിടക്കും. അത് എത്ര മാസങ്ങളായാലും വർഷങ്ങളായാലും അത് അതേപടി കിടക്കും. അതുകൊണ്ടാണ് പറയുന്നത് പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് പറയും, പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വെറുതെ വലിച്ചെറിയരുതെന്ന് പറയും. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴോ അതിന്റെ പുക ശ്വസിച്ച് നമുക്ക് നമ്മുടെ ശ്വാസകോശത്തെ അത് നല്ല രീതിയിൽ ബാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് അതിന് പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് പറയുന്നതും പ്ലാസ്റ്റിക് മണ്ണിലേക്ക് വലിച്ചെറിയരുതെന്ന് പറയുന്നു. അത് എവിടെയാണോ പ്ലാസ്റ്റിക്കുകളൊക്കെ നിക്ഷേപിക്കാൻ ആൾക്കാർ കൊണ്ടുപോകുകയാണെങ്കിൽ അവരുടെ കൊടുത്തു വിടുക. അല്ലെങ്കിൽ എന്താ, എവിടെയാണോ അതിനുള്ള ബാസ്ക്കറ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മൾ റോഡുകളിൽ കാണാറുള്ളതാണ്, ഇവിടെ പ്ലാസ്റ്റിക്കുകൾ നിക്ഷേപിക്കാന്ന് പറഞ്ഞ ഒരു പെട്ടിയൊക്കെ, ഒരു കുഞ്ഞു വീടൊക്കെ പോലെ സാധനം കാണാറുള്ളതാണ്. അപ്പൊ അതിൽ നിക്ഷേപിക്കുക. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്കുകൾ അങ്ങനെ നമ്മുടെ ചുറ്റുപാടും വലിച്ചെറിയാനോ അല്ലെങ്കിൽ കത്തിക്കാനോ ഒന്നും ഇടവരുത്തരുത്. അപ്പൊ അടുത്ത് പറഞ്ഞേക്കുന്നത്, പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു വസ്തുവായി മാറിയിരിക്കുന്നു. ശരിയല്ലേ? ഇപ്പൊ എന്ത് സാധനം മേടിച്ചാലും അത് പ്ലാസ്റ്റിക് കവറോട് കൂടിയാണ് നമുക്ക് കിട്ടുന്നത് തന്നെ. എന്നാൽ അവ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസരത്തേക്ക് വലിച്ചെറിയാതെ
തിരിച്ച് ഇവ സംസ്കരിക്കുന്നതിനായി ശേഖരിക്കുന്നവർക്ക് കൈമാറണം. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റു ചിലർ പ്ലാസ്റ്റിക് കുപ്പികൾ എടുക്കുന്നവരുണ്ട്, പ്ലാസ്റ്റിക് കവറുകൾ തന്നെ എടുക്കുന്നവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി അതല്ല, നമ്മൾ എല്ലാ ദിവസവും അത് മാറ്റി മാറ്റി വെക്കണം. അവരത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നവർ, അങ്ങനെ ഞങ്ങളുടെ ഇവിടെയൊക്കെ നാട്ടിൽ ഈ പരിസരത്തൊക്കെ അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട്. അല്ലാതെ നമ്മളിത് വലിച്ചെറിയുകയോ അല്ലെങ്കിൽ നമ്മൾ കത്തിക്കുകയോ ചെയ്യുമ്പം നമുക്ക് തന്നെയാണ് ദോഷം വരുന്നത്. പിന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് മാത്രമല്ല, മണ്ണിൽ കുറെ ജീവികൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള ജീവികൾക്ക്, സസ്യങ്ങൾക്ക് എല്ലാം അത് ഹാനികരമായിരിക്കും. അപ്പൊ പ്ലാസ്റ്റിക് വലിച്ചെറിയാനോ കത്തിക്കാനോ പോകരുത്. പരമാവധി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പ്ലാസ്റ്റിക് കുറച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് ഈ ഒരു പാഠത്തിൽ പ്രധാനമായിട്ട് നമ്മൾ രോഗകാരികളെ കുറിച്ച് പഠിച്ചു. പിന്നെ മാലിന്യങ്ങളെ തരം തിരിക്കുന്ന ഒരു കോൺസെപ്റ്റും പഠിച്ചു. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞായിരുന്നു ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ, അപകടകരമായ മാലിന്യങ്ങൾ. അവയ്ക്ക് ഉദാഹരണം അത് നമ്മൾ ക്വസ്റ്റ്യനിൽ വരുന്ന ജൈവ മാലിന്യങ്ങൾ പെടാത്തവ അല്ലെങ്കിൽ പെടുന്നത്, അല്ലെങ്കിൽ ഇതിലേതാണ് അജൈവ മാലിന്യങ്ങൾ. അപ്പൊ ഞാൻ പ്രധാനമായിട്ടുള്ള അതിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. ഞാൻ ഗ്രൂപ്പിലിട്ട് വന്നോളാം. അപ്പൊ എഴുതുന്നവർ എഴുതി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ ജൈവ മാലിന്യങ്ങളിൽ പെടുന്ന നമ്മൾ പറഞ്ഞായിരുന്നു മണ്ണിൽ അഴുകി ചേരുന്നവയാണ്. അപ്പൊ നോക്കിക്കേ, പഴം, പച്ചക്കറി, മത്സ്യം, മാംസം എന്നിവയുടെ അവശിഷ്ടങ്ങൾ, കോട്ടൺ തുണി, ചപ്പുചവറുകൾ, ചാണകം, വളർത്തു മൃഗങ്ങളുടെ ഭക്ഷണാവശിഷ്ടങ്ങൾ, മുട്ടത്തോട്, പിന്നെ തടി കഷ്ണങ്ങൾ, കാർബോർഡ് മുതലായവയൊക്കെ ജൈവ മാലിന്യങ്ങളുടെ അകത്ത് പെടും. ഇനി അജൈവ മാലിന്യങ്ങളാണെങ്കിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, ടയർ, ബാഗുകൾ, ചെരുപ്പ് തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. അജൈവ മാലിന്യങ്ങളുടെ അകത്ത് വരുന്നതാണ്. പിന്നെ അപകടകരമായ മാലിന്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, ബൾബ്, പിന്നെ ഈ ബാറ്ററി, പിന്നെ കീടനാശിനികളുടെ ഒക്കെ വലിയ കുപ്പികൾ, പിന്നെ ഈ മരുന്നുകൾ, ഉപയോഗശൂന്യമായ പെയിന്റ് പാത്രങ്ങൾ, അത് പെയിന്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്ന അപകടകരമായ മാലിന്യങ്ങളുടെ അകത്ത് പെടുന്നതാണ്. അപ്പൊ ഈ എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ വരുമ്പം ഇതിൽ ഏതാണ് അജൈവ മാലിന്യത്തിൻ്റെ അകത്ത് പെടുന്നത് അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങളുടെ അകത്ത് പെടാത്തത് ഏവ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേറ്റിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് 3 R's എന്നുള്ളത്. ഇത് 3 Rകൾ, ക്യാപിറ്റൽ ലെറ്റർ R ഇല്ലേ, അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. 3 R's നമ്മൾ ഡീലഡിന്റെ ടെക്സ്റ്റ് ബുക്ക് EVSന്റെ അകത്തും അത് പഠിക്കുന്നുണ്ട്. 3 R's എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പക്ഷെ നമ്മൾ പറഞ്ഞായിരുന്നു സ്കൂൾ ടെക്സ്റ്റ് മാറി, അപ്പൊ ടീച്ചർ ടെക്സ്റ്റിനകത്ത് വന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ അത് 4 R's ആയി. നമ്മൾ 3 R's ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതൊക്കെയായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന 3 R's ആണ്? റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഇതാണ് 3 R's. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. നമ്മൾ 3H എന്നൊരു കോൺസെപ്റ്റ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ ഡീലൻ ടെക്സ്റ്റ് ബുക്കിന് ഹെഡ്, ഹേർട്ട്, ഹാൻഡ് എന്നുള്ള ആ ഒരു ഇതിൽ അതുപോലെ തന്നെ 3 R's നമ്മുടെ ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നതാണ് 3 R's. ഏതൊക്കെയാണ്? റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഈ 3 R'കളെ പറ്റിയാണ് ഇത്രയും നാളും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. റെഡ്യൂസ് എന്താണ്? പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാം. റീയൂസ് എന്താണ്? സുരക്ഷിതമായ പ്ലാസ്റ്റിക് വസ്തുക്കളെ വീണ്ടും ഉപയോഗിക്കുന്നു. സുരക്ഷിതമായിട്ടുള്ള നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മൾ വീണ്ടും ഉപയോഗിച്ചത് റീയൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ റീസൈക്കിൾ എന്താണ്? പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ബോട്ടിലായിട്ടോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ആ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ കത്തിക്കാനോ മണ്ണിലേക്ക് എറിയാനോ പോകാതെ അത് വെച്ചിട്ട് പെൻ സ്റ്റാൻഡോ അല്ലെങ്കിൽ ചെടികളൊക്കെ നട്ടുവെക്കാൻ വേണ്ടി അത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അതാണ് റീസൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ആ 3 R'കളായിരുന്നു നമ്മൾ ഇത്രയും നാൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ 4ാമതായിട്ടൊരു R'ും കൂടെ വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ 4 R's എന്നാ പറയുന്നത്. അപ്പൊ അതിൽ ഒന്നാമത് വരുന്നതാണ് റിഫ്യൂസ്, അതായത് നിരസിക്കുക. അതായത് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഒഴിവാക്കുക. നമ്മൾ കടയിൽ എന്തെങ്കിലും സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞ് ബില്ലടിക്കാൻ നേരത്തെ അവർ സ്വാഭാവികമായി എന്ത് തരും? പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ തരുന്നതാണ്. അപ്പൊ അതൊന്നും ഒഴിവാക്കുക. അതിന് പകരം നമ്മൾ ഈ തുണി സഞ്ചികൾ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ബാഗുകൾ കിട്ടും. അപ്പൊ അത് ഉപയോഗിക്കാൻ എന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? റിഫ്യൂസ്, അതായത് നിരസിക്കുക. അപ്പൊ ഇപ്പൊ മൊത്തം 4 R's ഉണ്ട്. അപ്പം നേരത്തെ 3 R's ആയിരുന്നു, ഇപ്പൊ 4 R's ആയി. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് തരാം. ഇതിൽ പെടുന്നവ ഏതാ പെടാത്തവ ഏതാന്നൊക്കെ ചോദിക്കാം. അപ്പൊ അത് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ്? റിഫ്യൂസ്, റീയൂസ്, റിഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ആ പേരുകൾ നോട്ട് ചെയ്ത് തന്നെ പോവുക. എല്ലാം R ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 R's ഏതൊക്കെയാണ്? പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട 4 R's ഏതൊക്കെയാണ്? റിഫ്യൂസ് ഉണ്ട്, റെഡ്യൂസ് ഉണ്ട്, റീയൂസ് ഉണ്ട്, റീസൈക്കിൾ ഉണ്ട്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലെ 4 R's എന്ന് പറയുന്നത്. ഇപ്പൊ 3 R's ആണെങ്കിൽ അതിന്റെ ആ ഒന്നാമത്തേതല്ല, ബാക്കി താഴെയുള്ള 3 നോക്കിയാൽ മതി. ഏതൊക്കെയാ? റെഡ്യൂസ്,
റീയൂസ്, റീസൈക്കിൾ എന്നുള്ളത്. അപ്പൊ ഇത് പ്ലാസ്റ്റിക്കിനെ മിത്രമാക്കാന്ന് പറയുന്നത് ഇത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും കണ്ടായിരുന്നു. ഇനി ഇതാണ് നമ്മുടെ ഇന്നത്തെ പാഠത്തിലെ 3 കൂട്ടുകാരന്മാരുണ്ടായിരുന്നല്ലോ, കൊതുകും ഈച്ചയും എലിയും. അത് പെരുകുന്ന സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കൊതുകിന്റെയും ഈച്ചയുടെയും എലിയുടെയൊക്കെ പെരുകുന്ന സാഹചര്യങ്ങൾ അറിയാം. പിന്നെ അവർ പരത്തുന്ന രോഗങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. കൊതുകിന്റെ ഏതൊക്കെയാ? ചിക്കൻ ഗുനിയ, മന്ത്, മലേറിയ, ഡെങ്കിപ്പനി. അതിന് കോഡും പറഞ്ഞായിരുന്നു. ചിക്കൂന്, ഡെങ്കിയ, മമ്മ അല്ലെ? ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മലേറിയ. ഈച്ച പരത്തുന്നതാണെങ്കിലോ കോളറയും വയറിളക്കവും. എലിയാണെങ്കിലോ പ്ലേഗും എലിപ്പനിയും. പിന്നെയും കോളറയും വയറിളക്കവും പിന്നെ എങ്ങനെ വരുന്നേ? ജലത്തിലൂടെയും വരുന്നുണ്ട്. അപ്പം ഈ ഈച്ചയും കൊതുകും എലിയും പിന്നെ ജലത്തിലൂടെ വരുന്ന രോഗങ്ങൾ തിരിച്ചും നമുക്ക് ചോദിക്കാം, ഇത് ഏത് രോഗകാരിയാണ് പരത്തുന്നത് അല്ലെങ്കിൽ ഏതിലെയാണ് പകരുന്നത് എന്ന്. അപ്പൊ അത് നന്നായിട്ട് മാറിപ്പോവാതെ തന്നെ ഈ കോഡ് വെച്ച് തന്നെ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കോഡ് അതിന് ഉണ്ടാക്കാം കേട്ടോ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതങ്ങനെ തന്നെ പഠിക്കുക. പിന്നെ ഇത് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. ഈ രോഗകാരികളും. ഇത് വായുവിലൂടെ പകരുന്ന രോഗങ്ങളുണ്ട്. ജലദോഷം, ചിക്കൻ ബോക്സ്, മീസിൽസ്, ക്ഷയം. പിന്നെ വെള്ളം ആഹാരത്തിലൂടെ നമ്മൾ പറഞ്ഞത് തന്നെ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. എലിപ്പനി വെള്ളം ആഹാരം അതിലൂടെയുണ്ട്, എലി കൊണ്ടുവരുന്നതാണ് എലിപ്പനി എന്നുള്ളത്. പിന്നെ ബാക്കിയുള്ളത് വെള്ള ആഹാരത്തിലൂടെ തന്നെ വരുന്നുണ്ട്. ഈച്ച മുഖേനയാണ് നമ്മൾ പറഞ്ഞതാണ് കോളറ, വയറിളക്കം. കൊതുക് മുഖേനയാണെങ്കിൽ മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്ക മുഖേനയാണെങ്കിൽ ചെങ്കണ്ണ്, കുഷ്ഠം. ഇത് പഴയ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 3ാം ക്ലാസ്സിലെ ടെക്സ്റ്റിനകത്ത് ഉള്ളതായിരുന്നു. വ്യക്തി നമ്മുടെ ശക്തി എന്നുള്ള ആ ഒരു ചാപ്റ്റർ തന്നെ ആയിരുന്നു. കുറച്ചൊരു കോൺസെപ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലെ ആ ഒരു ഭാഗം മാത്രം ഞാൻ എടുത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇനി 5ലോട്ടും 6ലോട്ടും വരുമ്പം ഓരോ രോഗങ്ങളും ഇതിന്റെ കൂടുതൽ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക, നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. അന്നത്തേക്ക് ആ ഒരു 2-3 എക്സാമ്പിളും കൂടെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ വായുവിലൂടെയും ജലത്തിലൂടെയും ഒക്കെ വരുന്നത് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ആ ഒരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ. ഓർത്തിരിക്കേണ്ടത് നമ്മുടെ കൊതുക്, ഈച്ച, എലി, പിന്നെ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഡ്രൈ ഡേ എന്തായിരുന്നു? ഇപ്പോൾ പറഞ്ഞായിരുന്നു, ഇത് കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വീടുകളിലും സ്കൂളുകളിലും അത് പരിസരങ്ങളിലും ഒക്കെ നമ്മൾ നടത്തുന്ന പ്രവർത്തനമാണ് എന്ത്? ഡ്രൈ ഡേ എന്നുള്ളത്. പിന്നെ നമ്മൾ മാലിന്യങ്ങളെ തരം തിരിക്കാന്ന് പഠിച്ചായിരുന്നു. എന്തൊക്കെയായിരുന്നു? ജൈവ മാലിന്യങ്ങളുണ്ട്, അജൈവ മാലിന്യങ്ങളുണ്ട്, അപകടകരമായ മാലിന്യങ്ങളുണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. അപ്പൊ അതുമായിട്ട് ബേസ് ചെയ്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കിയേ. ഞാൻ നമ്മൾ കൈ കഴുകുന്നതിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ ഏതൊക്കെ രീതിയിലൊക്കെ കൈ കഴുകണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൻ്റെ ഞാൻ വിട്ടുപോയ ഒരു കാര്യം എന്താ വെച്ചാൽ ആഗോള കൈ കഴുകൽ ദിനം എന്നൊരു ദിനമുണ്ട്. നമ്മുടെ ടീച്ചർ ടെക്സ്റ്റിനകത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ടീച്ചർ ടെക്സ്റ്റൂടെ നന്നായിട്ട് നോക്കാം. ടീച്ചർ ടെക്സ്റ്റിനകത്ത് ഇപ്രാവശ്യം സിലബസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആഗോള കൈ കഴുകൽ ദിനം എന്തെന്നറിയാവോ? ആഗോള കൈ കഴുകൽ ദിനം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ ബാക്കി 3 ഡേറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ വന്നിരിക്കുന്ന ഒരു ഡേറ്റ് ഒന്ന് നോക്കിയാൽ മതി. ഏതാണ് ആഗോള കൈ കഴുകൽ ദിനം? നോട്ട് ചെയ്ത് പോവുക. ഒക്ടോബർ 15 ആഗോള കൈ കഴുകൽ ദിനം. എന്നാണ്? ഒക്ടോബർ 15. ആഗോള കൈ കഴുകൽ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 15. ബാക്കി 3 ഡേറ്റ് അറിയാമല്ലേ? ജൂൺ 5 എന്താ? ലോക പരിസ്ഥിതി ദിനം. ഇനി ഏപ്രിൽ 7 ആണെങ്കിലോ അതും ഓർത്തിരിക്കേണ്ടതാണ്. ലോക ആരോഗ്യ ദിനമാണ്. ഇന്ന് ഏപ്രിൽ 7. ഏപ്രിൽ 7 എന്ന് പറയുന്നതാണ് എന്ത്? ലോക ആരോഗ്യ ദിനം. ഇനി സെപ്റ്റംബർ 16 എന്ന് പറഞ്ഞാലോ ഇനി വരുന്നേ ഉള്ളൂ. സെപ്റ്റംബർ 16 എന്ന് പറയുന്ന ഓസോൺ ഡേ ആണ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഡേറ്റുകളും നമ്മൾ വിട്ടുപോകാതെ തന്നെ പഠിക്കുക. എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളുണ്ട്. അത് പരമാവധി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ പരിസ്ഥിതി ദിനം, ആരോഗ്യ ദിനം, ഓസോൺ ഡേ, ഇപ്പം ഈ കൈകഴുകൽ ദിനം, അങ്ങനെ കുറേ ദിനങ്ങളുണ്ട്. ഭക്ഷ്യസുരക്ഷാ ദിനമുണ്ട്, പരിസര ദിനമുണ്ട്, പിന്നെ ബഹിരാകാശ വാരമുണ്ട്, പിന്നെ ചാന്ദ്ര ദിനം. അങ്ങനെ ഓരോ ദിനങ്ങൾ ഇനി വരുന്നുണ്ട്. അപ്പം അതെല്ലാം ഓരോ മാസത്തിലും പ്രത്യേകം പഠിക്കുക. ഇപ്പം ഞാൻ ഈ ഒരു ആഗോള കൈ കഴുകൽ ദിനം എന്നുള്ള ആ ഒരു ഡേറ്റ് ഒക്ടോബർ 15 അത് മറന്നു പോകാതെ തന്നെ പഠിക്കുക. ബാക്കി 3 ഏകദേശം അറിയാവുന്നതല്ല. ജൂൺ 5 പരിസ്ഥിതി ദിനവും ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. പിന്നെ സെപ്റ്റംബർ 16 ഏതാണ്? ഓസോൺ ഡേ ആണ് നമ്മുടെ സെപ്റ്റംബർ 16.
അപ്പം അത് കിട്ടിയില്ലേ? അത് നിങ്ങൾ നോട്ട് ചെയ്ത് ഞാൻ ഓർക്കുക കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. നിങ്ങൾ വിഷമിക്കുക, പേടിക്കുക, കിട്ടിയില്ലെന്നൊന്നും ആരും ഓർക്കരുത്. കിട്ടിയില്ല എന്നോട് ചോദിക്കണം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അതിനൊന്നും പ്രശ്നമില്ല. അപ്പം ഇതാണ് ഒക്ടോബർ 15 എന്ന് പറയുന്നതാണ് നമ്മുടെ ആഗോള കൈ കഴുകൽ ദിനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്, കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏത്? നമ്മൾ കൊതുക് പരത്തുന്ന രോഗങ്ങൾക്ക് കോഡ് പഠിച്ചായിരുന്നു. എന്തായിരുന്നു? ചിക്കൂന്, ഡെങ്കിയ, മമ്മ. അപ്പൊ അതിന്റെ ആ 4 പെടുന്നില്ലാത്ത നോക്കിയാൽ മതി. കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ പെടാത്തത് ഏത്? ചുണങ്ങാണോ, ഡെങ്കിപ്പനിയാണോ, മന്താണോ, മലേറിയാണോ? ഏതായിരിക്കും കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ പെടാത്തതെന്ന് പറയുമ്പോൾ? ചുണങ്ങ്. ചുണങ്ങ്. അപ്പൊ ചുണങ്ങ് പരത്തുന്ന, നമ്മൾ പറഞ്ഞായിരുന്നു വൃത്തിഹീനമായ വസ്ത്രങ്ങളൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ നനഞ്ഞതൊക്കെ ഇടുമ്പോൾ ഈ ചുണങ്ങ് ചൊറിയൊക്കെ വരും നമ്മൾ പറഞ്ഞായിരുന്നു. പിന്നെ പ്രധാനമായിട്ട് ഈ ചുണങ്ങെന്ന് പറയുന്നത് അതൊരു ഫംഗസ് രോഗമാണ്. നമ്മൾ ഫംഗസ് രോഗങ്ങളും വൈറസ് രോഗങ്ങളും ഒക്കെ ഇനി 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലുമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോളാം കേട്ടോ. അപ്പം ചുണങ്ങെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു ഓപ്ഷൻസ്, ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കണമെന്ന്. ചുണങ്ങെന്ന് പറയുന്നത് അപ്പൊ ഏത് രോഗം, അതായത് ഏത് രോഗത്തിൻ്റെ അകത്ത് പെടുന്നതാണ്? ഫംഗസ് രോഗങ്ങളുടെ അകത്ത് പെടുന്നതാണ് ഈ ചുണങ്ങെന്ന് പറയുന്നത്. ചുണങ്ങ, ചൊറിയൊക്കെ ഫംഗസ് രോഗങ്ങളുടെ അകത്ത് പെടുന്നതാണ്. പിന്നെ ബാക്കി 3 ഇത് തന്നെയാ, നമ്മുടെ കൊതുക് പരത്തുന്ന രോഗങ്ങളുടെ അകത്ത് പെടുന്നതാണ് ഡെങ്കിപ്പനിയും, മന്തും, മലേറിയയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ പെടുന്നത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ജലത്തിലൂടെ പടരുന്ന രോഗങ്ങളിൽ പെടുന്നത് ഏത്? പ്ലേഗ് ആണോ, എലിപ്പനിയാണോ, ചിക്കൻ ഗുനിയാണോ, ടൈഫോയിഡ് ആണോ? ഏതാണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ പെടുന്നത്? ഹലോ, കുഴപ്പമില്ല, പാട്ടൊക്കെ കേട്ട് നല്ല രസമുണ്ട്. ഓക്കെ, ഏതാ പെടുന്നത്? പ്ലേഗ് ആണോ, എലിപ്പനിയാണോ, ചിക്കൻ ഗുനിയാണോ, ടൈഫോയിഡ് ആണോ? ജലത്തിലൂടെ പകരുന്നതിൻ്റെ അകത്ത് പെടുന്നത് ടൈഫോയിഡ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞായിരുന്നു ജലത്തിലൂടെ പകരുന്നത് ഏതൊക്കെയാ? വയറിളക്കവും, മഞ്ഞപ്പിത്തവും, കോളറയും, ടൈഫോയിഡും ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ബാക്കി നോക്കിക്കേ, പ്ലേഗും എലിപ്പനിയും എങ്ങനെ വരുന്നാ പറഞ്ഞേ? എലി പരത്തുന്ന രോഗമെന്ന് പറഞ്ഞായിരുന്നു. ചിക്കൻ ഗുനിയ നമുക്കറിയാം കൊതുക് പരത്തുന്നതെന്ന്. അപ്പൊ ഇതിൻ്റെ അകത്ത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളിൽ പെടുന്നത് ഏതാ? ടൈഫോയിഡ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ തൊട്ടേ പറഞ്ഞായിരുന്നു, എന്താ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ ഓപ്ഷൻസും കൂടെ, കേറ്ററ്റിന്റെ എക്സാമിന്റെ സമയത്തല്ല നമ്മൾ ആ ഓപ്ഷൻസ് എവിടുന്നാ വന്നതെന്ന് അങ്ങനെ നോക്കേണ്ടത്. നമ്മൾ പഠിച്ചു പോകുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഓപ്ഷൻസും കൂടെ നോക്കി പോവുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ തന്നെ കൊതുക് പരത്തുന്ന രോഗം വന്നിട്ടുണ്ട്, എലി പരത്തുന്ന രോഗം വന്നിട്ടുണ്ട്. നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഏതാണ്? ടൈഫോയിഡ് ആണ് ജലത്തിലൂടെ പകരുന്ന രോഗം. ബാക്കി പ്ലേഗും എലിപ്പനിയും എലി പരത്തുന്നതാണ്. ചിക്കൻ ഗുനിയ ആരാ? കൊതുക് പരത്തുന്നത്. ഇനി അടുത്ത നോക്കി, ജൈവ മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏത്? നമ്മൾ പറഞ്ഞായിരുന്നു മാലിന്യങ്ങളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്, ജൈവം, അജൈവം, പിന്നെ അപകടകരമായത്. അപ്പൊ ഈ ജൈവ മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഭക്ഷണാവശിഷ്ടങ്ങളാണോ, പഴമാണോ, പ്ലാസ്റ്റിക് ബോട്ടിലാണോ, പച്ചക്കറിയുടെ അവശിഷ്ടമാണോ? പ്ലാസ്റ്റിക് ബോട്ടിൽ. പ്ലാസ്റ്റിക് ബോട്ടിൽ. അപ്പൊ പ്ലാസ്റ്റിക് ബോട്ടിൽ ഏതിൻ്റെ അകത്ത് പെടുന്നതാ? അജൈവ മാലിന്യങ്ങളുടെ അകത്ത് പെടുന്നതാണ് ഏത്? പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എടുത്തത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് വരാം. അതായത് എന്താ ഈ കുറച്ച് രോഗങ്ങളുടെ പേര് തന്നിട്ട് കോമായിട്ട് പേര് തന്നിട്ട് ഇത് പരത്തുന്ന രോഗകാരി ഏത്, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ശരിയായ പ്രസ്താവനയും തെറ്റായ പ്രസ്താവനയും കണ്ടായിരുന്നു. അപ്പം ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? പിന്നെ നമ്മൾ ഇപ്പൊ തന്നതുപോലെ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങളിൽ പെടുന്നത് ഏത്, അല്ലെങ്കിൽ ഒറ്റയാനെ കണ്ടെത്തുക, അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും നമ്മുടെ കേറ്ററ്റിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നിങ്ങൾ മാറിപ്പോവാതെ ഓപ്ഷൻസ്, എക്സാമ്പിൾസ് ഒക്കെ നോക്കി നന്നായിട്ട് അത് പഠിക്കാം. അപ്പൊ ഈ ഒരു PDF ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. അത് നമ്മൾ രോഗങ്ങളും രോഗകാരികളുമാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ അകത്ത് കണ്ടത്. പിന്നെ എന്താ, മാലിന്യങ്ങളെ തരംതിരിക്കുന്നത് കണ്ടു. ഞാൻ പറഞ്ഞായിരുന്നു 5, 6 ക്ലാസ്സിലാണ് രോഗങ്ങളും രോഗകാരികളും, അതായത് ഫംഗസ് രോഗങ്ങൾ, വൈറസ് രോഗങ്ങൾ, അതിന്റെ എക്സാമ്പിൾസ്, അത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ, കൂടുതലായിട്ടും ഏതൊക്കെ രോഗകാരികളാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എക്സാമ്പിൾസ് സഹിതം 5, 6 ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു 3ആം ക്ലാസ്സിൽ ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളു. ജസ്റ്റ് ഈച്ചയും എലിയും, പിന്നെ നമ്മുടെ കൊതുകും, പിന്നെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങളും, പിന്നെ ഈ മാലിന്യങ്ങൾ 3 തരത്തിലുണ്ട്, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ്. അതാണ് പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പോകുന്നത്. അപ്പൊ ഞാൻ അതിന്റെ PDF ഈ നോട്ടും
ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഞാനത് ഗ്രൂപ്പിലേക്ക് എല്ലാം ഇടുന്നതാണ്. നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഗ്രൂപ്പിലേക്ക് ഇടുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പീഡ് കൂടി പോയോ അല്ലെങ്കിൽ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അപ്പം ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാവേ, അതിനൊന്നും കുഴപ്പമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? എല്ലാവർക്കും കേൾക്കാമോ? ഹലോ, ഓക്കെ കേട്ടോ. അപ്പൊ കുഴപ്പമില്ല. നോട്ട് നിങ്ങൾ എഴുതി പോകുന്നുണ്ടെന്ന് ഞാൻ ഓർക്കുക കേട്ടോ. സയൻസിന്റെ ആയതുകൊണ്ട് നിങ്ങൾ പരമാവധി നോട്ട് അപ്പം തന്നെ കേൾക്കുമ്പോൾ തന്നെ, ഇനി സ്പീഡ് കൂടുതലാണ് നിങ്ങൾ പറഞ്ഞാൽ മതി, കിട്ടിയില്ലേ പറഞ്ഞാൽ മതി, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോളാം, അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഞാൻ ഗ്രൂപ്പിലേക്ക് വിടുന്നുണ്ട്, നിങ്ങൾ അപ്പം തന്നെ അത് എഴുതി നോട്ട് ചെയ്ത് തന്നെ പോവുക. പ്രത്യേകിച്ച് ഈ എക്സാമ്പിൾ ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അത് അപ്പം തന്നെ കാണാതെ പഠിക്കാനോ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കോഡ് ഉണ്ടാക്കി അത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കോഡ് ഉണ്ടാക്കിയിട്ടും പഠിക്കുക കേട്ടോ. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. കേട്ടിട്ട് നമുക്ക് നേടിയേ പറ്റൂ എന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അന്നെന്ന് പറയുന്ന ടോപ്പിക്കുകൾ, അത് ഞാൻ എന്നും പറയുന്നുണ്ട്, അന്നെന്ന് പറയുന്ന ടോപ്പിക്കുകൾ പഠിച്ചു പോവാം കേട്ടോ. ആർക്കും ഡൗട്ടൊന്നുമില്ല, കുഴപ്പമില്ല, ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പോയിരുന്നു പഠിച്ചു. ഗുഡ് നൈറ്റ്, താങ്ക് യു കേട്ടോ.